മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളിൽ അജ്മൽ കസബ് മാത്രമാണ് ജീവനോടെ പിടിക്കപ്പെട്ടത്. തുക്കാറാം എന്ന് പറയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ ഒമ്ല അദ്ദേഹത്തെ പിടികൂടി. ഈ തുക്കാറാം പിടികൂടിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ഹിന്ദു ഭീകരർ നടത്തിയ ആക്രമണമാണ് മുംബൈയിൽ നടന്നതെന്ന് സ്ഥാപിക്കപ്പെടുമായിരുന്നു. ഇത് മാത്രമല്ല, അജ്മൽ കസബിൻ്റെ ഡെഡ് ബോഡി പോലീസ് തിരിച്ചറിഞ്ഞിട്ട് പറയുമായിരുന്നു ഇവൻ്റെ പേര് സമീർ ചൗധരി എന്നാണ്. പേര് വരെയുണ്ട്. ഇവൻ ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ പഠിക്കുന്നവനാണ് എന്ന് പറയുമായിരുന്നു. കാരണം അജ്മൽ കസബിൻ്റെ പോക്കറ്റിൽ സമീർ ചൗധരി ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തമായ കോളേജിൻ്റെ പേരുള്ള ID കാർഡ് ഉണ്ടായിരുന്നു പോക്കറ്റിൽ. അതുകൂടാതെ കയ്യിൽ ചുവന്ന ചരടുണ്ടായിരുന്നു, നെറ്റിയിൽ കുങ്കുമപ്പൊട്ടുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട 9 പേരുടെ പേരിലും ഇതുപോലെ ഹിന്ദുക്കളാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അടയാളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പല വീഡിയോകൾ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഇതിന് തൊട്ട് മുമ്പും ഇന്നലെയും ഒക്കെ ആയിട്ട് നമ്മൾ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ നമ്മൾ ആവർത്തിക്കുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന UPA സർക്കാരിൻ്റെ കാലത്ത് അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി, ആഭ്യന്തര വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറി, അതായത് ഈ മുംബൈ ഭീകരാക്രമണം നടക്കുന്ന 2008 നവംബർ 26-ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ കൺട്രോൾ റൂമിലുണ്ടായിരുന്ന RVS മണി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. RVS മണി പറഞ്ഞ എന്താണ്? ഇന്ത്യൻ സർക്കാരിലെ ചിലരും പാകിസ്ഥാനിലെ ISIയും ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷനാണ് മുംബൈ ഭീകരാക്രമണം. അതിനവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. കാരണം ഹിന്ദുത്വ ഭീകരത എന്ന് പറയുന്ന ഒന്ന് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വെറുക്കപ്പെടേണ്ടത് ഹിന്ദുത്വ ഭീകരതയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെയും പാകിസ്ഥാൻ്റെയും ആവശ്യമായിരുന്നു. അങ്ങനെ ഹിന്ദുക്കളെ ആകെ വെറുക്കണം. ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന RSS BJP തുടങ്ങിയ പ്രസ്ഥാനങ്ങളെ ജനങ്ങൾ വെറുക്കണം. എന്നിട്ട് സാവകാശം അതിൻ്റെ മറയിൽ കോൺഗ്രസിൻ്റെ ഇസ്ലാമിക അജണ്ട നടപ്പാക്കണം എന്ന അജണ്ട. അതിന് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചു. പാകിസ്ഥാനെ കൂട്ടുപിടിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് തൊട്ട് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ആ വീഡിയോയുടെ പ്രേക്ഷകർ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകർ ദയവായി നിങ്ങൾ രാജ്യത്തോട് അല്പമെങ്കിലും സ്നേഹമുള്ളവരാണെങ്കിൽ സത്യമറിയാൻ നമ്മളിതെല്ലാം പറയുന്ന ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് 25 മിനിറ്റുള്ളൊരു വീഡിയോ ഉണ്ട്. എങ്ങനെ ഇവർ കടൽ വഴി വന്നു, എങ്ങനെ നേവിയുടെ ശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ, ചിദംബരം പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യം, അന്നത്തെ ആഭ്യന്തരമന്ത്രി എടുത്ത നിലപാടുകൾ, NSG കമാൻഡോകൾ എന്തുകൊണ്ട് 4.5 മണിക്കൂർ വിമാനത്തിൽ കയറി പാലം ടെക്നിക്കലിൽ ഇരിക്കേണ്ടി വന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഭീകരാക്രമണം നടക്കട്ടെ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചുറച്ചതുപോലെ നമ്മുടെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ ഭീകരാക്രമണം നടക്കുമ്പോൾ ഇസ്ലാമാബാദിലെ ഒരു സുഖവാസ കേന്ദ്രത്തിലായിരുന്നു എന്നതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളൊന്ന് കേൾക്കണം. അതിൻ്റെ അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ വീഡിയോകൾ. ഈ വീഡിയോകൾ ഒറ്റ അധ്യായമല്ല, ഇതിനു മുമ്പുള്ള വീഡിയോകളുടെ കണക്റ്റഡ് വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടാലേ നിങ്ങൾക്ക് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം കിട്ടുള്ളൂ. ഇത് മാത്രം കേട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദയവായി പിന്നോട്ട് പോയി പ്രേക്ഷകർ മറ്റു വീഡിയോകൾ കൂടി ഒന്ന് കാണണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമീർ ചൗധരി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഈ ഭീകരാക്രമണം നടത്തിയത്. അതിൻ്റെ സൂത്രധാരൻ പ്രധാനി അയാളുടെ ഫോട്ടോ മാത്രമാണ്, അജ്മൽ കസബിൻ്റെ ഫോട്ടോ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഓർക്കുന്നില്ലേ, തോക്കുമായി നിൽക്കുന്ന അയാളുടെ ഫോട്ടോ? അതെ, ആ ചിത്രം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ രാജ്യത്ത് ഹിന്ദു തീവ്രവാദം ഉണ്ട് എന്ന് ചിലർക്ക് സ്ഥാപിക്കണം. അതിൻ്റെ പൊളിറ്റിക്കൽ ഗെയിൻ, രാഷ്ട്രീയ നേട്ടം ചിലർക്ക് വേണമായിരുന്നു. ചിലർക്കെന്ന് പറയേണ്ട ആർക്കാണെന്നറിയാമല്ലോ, കോൺഗ്രസ്സിന് വേണമായിരുന്നു, ഇവിടുത്തെ ഇസ്ലാമിക പൊളിറ്റിക്സിന് വേണമായിരുന്നു. നമ്മൾ പറഞ്ഞു റാണ, കനേഡിയൻ പൗരനായിരുന്ന പാകിസ്ഥാൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന റാണയ്ക്ക് ഇന്ത്യയിൽ എങ്ങനെ വന്നൊരു എമിഗ്രേഷൻ കമ്പനി തുടങ്ങാൻ പറ്റി? പാകിസ്ഥാനിലെ അമേരിക്കയിൽ എംബസിയിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിൻ്റെ മകനായ ഹെഡ്ലിക്ക് എങ്ങനെ മൾട്ടിപ്പിൾ എൻട്രി വിസ 10 വർഷത്തെ വിസ കിട്ടി? വിദേശകാര്യ വകുപ്പ് അറിയാതെയാണോ കിട്ടിയത്? പാകിസ്ഥാൻകാരാണ്. പാകിസ്ഥാൻ്റെ സൈനിക സ്കൂളിൽ പരിശീലനം കിട്ടിയതാണ്. ഹസൻ അബ്ദാൽ എന്ന് പറയുന്ന സൈനിക സ്കൂളിൽ പരിശീലനം കിട്ടിയവരാണ് റാണയും ദാവൂദ് ഗിലാനി എന്ന് പറഞ്ഞ ഹെഡ്ലി. ഇവർ രണ്ടുപേർക്കും, ഹുസൈൻ റാണയ്ക്കും ദാവൂദ് ഗിലാനി എന്ന് പറഞ്ഞ ഹെഡ്ലിക്കും പാകിസ്ഥാൻ പട്ടാളം പരിശീലിപ്പിച്ചതാണ്. ഹുസൈൻ റാണ പാകിസ്ഥാൻ ആർമിയുടെ ക്യാപ്റ്റനുമായിരുന്നു. അവർക്ക് ഇന്ത്യയിൽ വരാൻ കഴിഞ്ഞു. വിദേശകാര്യമന്ത്രി വകുപ്പിന് അറിയാമായിരുന്നു. അന്നത്തെ വിദേശകാര്യമന്ത്രിക്കും കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിക്കും അതിൽ മനസ്സറിവുണ്ടോ, അത് അവരറിയാതെയാണോ
ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ ഇന്നലെ ചെയ്ത മറ്റൊരു വീഡിയോയിൽ ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ. ഇനി കസബിനെ ഇന്ത്യയിലേക്ക് തിരഞ്ഞെടുത്ത ഒരു പാകിസ്ഥാനി ലഷ്കർ നേതാവുണ്ട്. കാരണം ഇവർ ഈ ഒരു ക്രിമിനൽ കേസുകളിലും ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്ത മുൻ അനുഭവമില്ലാത്ത 10 ചെറുപ്പക്കാരെയാണ് പാകിസ്ഥാൻ ISI തിരഞ്ഞെടുത്തത്. എന്നിട്ട് ഇവരെ ട്രെയിൻ ചെയ്തു, പട്ടാളം പരിശീലിപ്പിച്ചു. അവരെ തിരഞ്ഞെടുത്ത ലഷ്കർ നേതാവിൻ്റെ പേര് അബു ജണ്ടാൽ എന്നാണ്. അബു ജുണ്ടാൽ പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോഴും ലഭ്യമാണ്. ഹിന്ദു തീവ്രവാദ പ്രൊപ്പഗാൻഡയ്ക്ക് ഉത്തേജനം നൽകാൻ ഞാൻ അന്നേ തീരുമാനിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് മുംബൈ ഭീകരാക്രമണമെന്ന് അജ്മൽ കസബിനെയും ബാക്കി 9 പേരെയും സെലക്ട് ചെയ്ത അബു ജുണ്ടാൽ പറയുന്നുണ്ട്. വീഡിയോ ലഭ്യമാണ്. അപ്പോൾ നോക്കൂ, പാകിസ്ഥാൻ ISIക്ക് എന്താണ് വേണ്ടത്? ഇവിടെ ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദമുണ്ടെന്ന് സ്ഥാപിക്കണം. അങ്ങനെ സ്ഥാപിച്ചാൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഗെയിൻ ആർക്കാണ്? കോൺഗ്രസിനാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ മന്ത്രിമാർ, ആഭ്യന്തരമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇത് ഹിന്ദു തീവ്രവാദ ആക്രമണമാണെന്ന് പറഞ്ഞു. തീർന്നില്ല, കസബിനെ കിട്ടിയിട്ടും ഇത് RSSൻ്റെ ആക്രമണമാണെന്ന് പറഞ്ഞ് പുസ്തകം എഴുതി കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ്. RSSൻ്റെ പദ്ധതിയായിരുന്നു. കസബിനെ നമുക്ക് കിട്ടി, ജീവനോടെ കിട്ടി. എന്നിട്ടും പറഞ്ഞ് ഇത് RSSൻ്റെ പദ്ധതിയാണെന്നും പറഞ്ഞ് അവർ പുസ്തകം എഴുതി പ്രകാശനം ചെയ്തു. ഈ മുംബൈ താജിൽ ആക്രമണം നടക്കുകയാണ്. അപ്പോൾ ആൾ കൂടി, അതിനകത്ത് കമാൻഡോ ഓപ്പറേഷൻ കാണാനൊക്കെ ആളുകൾ കൂടിയപ്പോൾ ആളുകൾ ദേഷ്യത്തോടെ മുംബൈ നിവാസികൾ പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിച്ചു. അപ്പോൾ അവിടെ NDTVക്ക് വേണ്ടി ഇത് ലൈവായിട്ട് കവർ ചെയ്യുന്ന ബർക്കാദത്ത്, അതിനുശേഷം ഇപ്പോൾ അറിയാം ബർക്കാദത്തിൻ്റെ നിലപാട്, ഇന്ത്യ വിരുദ്ധമായ നരേന്ദ്രമോദിക്കെതിരായ, ഇന്ത്യക്കെതിരായ അതിശക്തമായ നിലപാടെടുക്കുന്ന മാധ്യമപ്രവർത്തകയായ ബർക്കാദത്ത് ഷൂട്ട് നിർത്തിവെച്ചിട്ട് തിരിഞ്ഞ് ജനക്കൂട്ടത്തോട് പറഞ്ഞു, നിങ്ങൾ പാകിസ്ഥാൻ മുർദാബാദ് വിളിക്കരുത്, ഇത് പാകിസ്ഥാനല്ല ചെയ്തത് പറഞ്ഞു. അതിൻ്റെ വിഷ്വൽസ് ഉണ്ട്, അതിൻ്റെ വീഡിയോ ലഭ്യമാണ്, ഫുട്ടേജ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ബർക്കാദത്തിന് മനസ്സിലായി ഇത് പാകിസ്ഥാൻ അല്ല എന്ന്? അപ്പോൾ ഇതെല്ലാം ഒരുപാട് ആളുകൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണല്ലോ. നമ്മുടെ എനിക്ക് തോന്നുന്നു ഇത്രയും ഭാവനാസമ്പന്നമായ ഒരു തിരക്കഥ ഒരു സിനിമയ്ക്ക് പോലും എഴുതിയിട്ടുണ്ടാവില്ല. അത്ര വിദഗ്ധമായി ISI പ്ലാൻ ചെയ്ത ഓപ്പറേഷനായിരുന്നു. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ച്, ചേർക്കേണ്ടവരെയൊക്കെ ചേർത്ത് നിർത്തി, മന്ത്രിമാർ മുതൽ രാഷ്ട്രീയ നേതാക്കന്മാർ മുതൽ MP-മാർ മുതൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ഓരോരോ വേഷത്തിൽ ചട്ടം കെട്ടി നിർത്തിയിട്ടാണ് ഈ ഓപ്പറേഷൻ നടന്നത്. തീർന്നില്ല, അതിനിടയ്ക്ക് മലേഗോൺ സ്ഫോടന കേസുണ്ടല്ലോ, അവിടെ സ്വാതി പ്രഗ്യ സിംഗ്, കേണൽ പുരോഹിത് എന്നിവരെ കുടുക്കി. അവരാന്നിട്ട് പറഞ്ഞ് അവിടെ ബോംബ് സ്ഫോടനം വെച്ച് ഹിന്ദു ഭീകരരാണ്, സ്വാതി പ്രഗ്യയും കേണൽ പുരോഹിതുമാണെന്ന് പറഞ്ഞ് ഹിന്ദു ഭീകരവാദികളിൽ നിന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുത്തു. അവരെ അറസ്റ്റ് ചെയ്ത കേസ് മുന്നോട്ട് കൊണ്ടുപോയി ഹേമന്ത് കാർക്കരെയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, പക്ഷേ ആ സമയത്ത് ഹേമന്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് ആ മലേഗോൺ കേസിൽ വലിയ പൊളിറ്റിക്കൽ സമ്മർദ്ദമുണ്ട്, ഞാൻ സമ്മർദ്ദം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്, കാരണം അത് ഹിന്ദു തീവ്രവാദികൾ ചെയ്തതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വല്ലാത്ത പ്രഷർ മുംബൈ ACPയുടെ മുന്നിലുണ്ടായിരുന്നു. അതും കഴിഞ്ഞില്ല, മുംബൈ ആക്രമണം കഴിയുന്നതോടെ ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ ഹിന്ദു തീവ്രവാദം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് ഉറപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആലോചിക്കണം, ആരാണ് ഹിന്ദു തീവ്രവാദം എന്നിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളൊക്കെ പറയുന്നൊരു വാക്കാണ്, അവർ കോയിൻ ചെയ്തെടുത്ത വാദമാണ് ഹിന്ദു ടെററിസം എന്നുള്ളത്. ഈ വാക്ക് ആദ്യം പ്രയോഗിച്ചത് ആരാണെന്നറിയാമോ? കോൺഗ്രസ് നേതാവായ സുശീൽ കുമാർ ഷിൻഡെ. മുംബൈ ആക്രമണത്തെ തുടർന്ന് ആദ്യമായി ഹിന്ദു തീവ്രവാദം എന്ന വാക്ക് കോയിൻ ചെയ്തത് സുശീൽ കുമാർ ഷിൻഡെയാണ്. ഇനി നോക്കൂ, അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മുംബൈ അറ്റാക്കിനെ സംബന്ധിച്ച് അന്നത്തെ പോലീസ് ഓഫീസറായ രാകേഷ് മരിയ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ്, ലെറ്റ് മീ സേ ഇറ്റ് നൗ, ഞാൻ ഇപ്പോഴെങ്കിലും ഇത് പറയട്ടെ എന്ന് പറഞ്ഞ് മുംബൈ പോലീസിലെ ഓഫീസർ എഴുതിയ പുസ്തകത്തിൽ പറയുന്നത്, കസബിനെ സമീർ ചൗധരിയാക്കി ഹിന്ദു തീവ്രവാദം രാജ്യത്ത് നടന്നു എന്ന് ശ്രമിക്കാൻ പോലീസിലെ ഉൾപ്പെടെയുള്ള ചിലർ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇയാളെ ജീവനോടെ കിട്ടണമെന്നല്ല മുംബൈ പോലീസിലെ ഒരു വിഭാഗം ആഗ്രഹിച്ചത്. അത് നമ്മുടെ തുക്കാറാം ഇവനെ കീഴ്പ്പെടുത്തിയതുകൂടി കൊല്ലാതെ ചാവാതെ കിട്ടിയതുകൊണ്ടാണ് മുംബൈ പോലീസിനെ ഉപയോഗിച്ച് അന്ന് കേന്ദ്രം ഭരിക്കുന്നത് UPA, മഹാരാഷ്ട്ര ഭരിക്കുന്ന കോൺഗ്രസ്,
അപ്പം ഒരാളും 10 പേരും കൊല്ലപ്പെടണമെന്നാണ് പാകിസ്ഥാനും ആഗ്രഹിച്ചത്, ഇന്ത്യയിലെ കോൺഗ്രസിലെ ചില ആളുകളും മഹാരാഷ്ട്ര കേന്ദ്ര സർക്കാർ ചിലരും ആഗ്രഹിച്ചത്. അത് പൊളിഞ്ഞു പോയത് ഈ തുക്കാറാം അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചതുകൊണ്ടാണ്. ഇപ്പം നമ്മളൊന്ന് ആലോചിക്കണം, അജ്മൽ കസബ് ബാക്കി 9 തീവ്രവാദികൾ മരിച്ചല്ലോ. ഇബ്രാഹിം ഖാൻ എന്നൊക്കെ പറയും. ഇബ്രാഹിം ഖാൻ എന്ന് പറയുന്ന ആളാണ് ഹേമന്ത് കാർക്കറെ വെടിവെച്ചത്. ഇബ്രാഹിം ഖാൻ ഉൾപ്പെടെ മരിച്ചിട്ടും ഈ ഇബ്രാഹിം ഖാന് വേണ്ടിയിട്ട് രാജ്യത്തൊരിടത്തും മയ്യത്ത് നമസ്കാരം നടന്നില്ല. കസബിനെ തൂക്കിക്കൊന്നപ്പോൾ മയ്യത്ത് നമസ്കാരം നടത്തി. അതെ, അതെന്താ? കസബിനെ ആണ് ഇവർ ഹിന്ദു തീവ്രവാദി നേതാവായിട്ട് ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു കസബ. അതുകൊണ്ട് അവരുടെ ഒരു സ്വപ്ന പദ്ധതി നയിച്ച നായകനായിരുന്നു അജ്മൽ കസബ്. അതുകൊണ്ടാണ് കസബിന് വേണ്ടി ഈ എറണാകുളത്ത് കാക്കനാടല്ലേ മയ്യത്ത് നമസ്കാരം നടത്തിയത്. തീർന്നില്ല. അപ്പോൾ നമ്മൾ രാകേഷ് മരിയയുടെ പുസ്തകം ലെറ്റ് മീ സേ ഇറ്റ് നൗ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി കസബിനെ സമീർ ചൗധരിയായിട്ട് അവതരിപ്പിക്കുമായിരുന്നു. അയാൾ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ, കൊല്ലപ്പെട്ടതുകൊണ്ട് അവതരിപ്പിക്കാൻ പറ്റിയില്ല. കാരണം കൊല്ലപ്പെടാതിരുന്നതുകൊണ്ട് അയാൾ വാതുറന്ന് പറഞ്ഞു, ഞാൻ അജ്മൽ കസബാണ്, എൻ്റെ വീട് പാകിസ്ഥാനിൽ, എൻ്റെ അച്ഛനും അമ്മയും ഇന്ത്യവരാണ് എന്ന് അയാളെല്ലാം പറഞ്ഞു. അതോടുകൂടി ഇന്ത്യ സർക്കാരിലെ ചിലരും പാകിസ്ഥാനും ചേർന്ന് നടത്തിയ പദ്ധതി പൊളിഞ്ഞുപോയി. അതിനിടയ്ക്ക് ആ സമയത്ത് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നിന്ന് വന്ന നയതന്ത്ര വിദഗ്ധരോട് പറഞ്ഞ ഒരു കോട്ടുണ്ട്, ഒരു കൊട്ടേഷൻ. ഇന്ത്യയിലെ ചില സംഘങ്ങൾ എന്നുള്ള ഇൻവെർട്ടഡ് കോമ ഇസ്ലാമിക തീവ്രവാദികളെക്കാൾ വലിയ ഭീഷണിയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഏത് സംഘത്തെയാണ് രാഹുൽ ഉദ്ദേശിച്ചത്? രാഷ്ട്രീയ സ്വയം സേവാ സംഘം അല്ലേ? RSSനെയും BJP ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ചില സംഘങ്ങൾ ഇസ്ലാമിക തീവ്രവാദികളെക്കാൾ വലിയ ഭീഷണിയാണെന്ന് മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് മുംബൈ അപ്പോൾ രാഹുൽ ഗാന്ധി ഇത് അമേരിക്കൻ നയതന്ത്രജ്ഞനോട് പറയുന്നു. അതിനുശേഷം 2-3 ആഴ്ച നടക്കുമ്പോൾ ഹിന്ദു ഭീകര സംഘം ആക്രമണം നടത്തുന്നു. അപ്പോൾ അമേരിക്ക പോലും കരുതും, RG പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞത് എത്ര കറക്റ്റാണ് എന്ന്. ഇതിനൊക്കെ ഒരു തെളിവുകൾ ഉണ്ടാക്കി വെക്കരുത്. മുംബൈ ഭീകരാക്രമണം നടക്കുമായിരുന്നുവെന്ന് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് പോലും അറിയാമായിരുന്നുവെന്ന് സംശയിച്ചാൽ പോലും തെറ്റ് പറയുന്നില്ല. ഇനി നോക്കൂ, ഇനിയിപ്പോൾ കേൾക്കുന്നുണ്ട് നമ്മൾ കാവി ഭീകരത എന്ന് കേൾക്കാറുണ്ടല്ലേ? അതെ. ആരാണെന്നറിയാമോ കാവി ഭീകരത? മറ്റേ സുശീൽ കുമാർ ഷിൻഡെയാണ് ഹിന്ദു ടെററിസം എന്നുള്ള വാക്ക് ആദ്യം പ്രയോഗിച്ചത്. കാവി ഭീകരത എന്ന വാക്ക് ആദ്യം പ്രയോഗിച്ചാരെന്നറിയാമോ? പി ചിദംബരമാണ് ആദ്യമായിട്ട് കാവി ഭീകരത എന്ന് പറയുന്നത്. പാകിസ്ഥാനെ വെള്ള പൂശിയ ആഭ്യന്തര മന്ത്രിയാണ് അയാൾ. ഈ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് ശിവരാജ് പട്ടേലിന് രാജിവെക്കേണ്ടി വന്നു. അതിനുശേഷം 30-ാം തീയതി ചിദംബരം ആഭ്യന്തരമന്ത്രിയായി. ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം പാർലമെൻറ്റിൽ പറഞ്ഞാണ് കാവി ഭീകരത രാജ്യത്തിന് അപകടമാണ് എന്ന് ചിദംബരം പറഞ്ഞു. വെറുതെയാ? ഇതെല്ലാം കണക്ട് ചെയ്ത് വായിക്കണം. പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ RVS മണി എഴുതിയ പുസ്തകം ഹിന്ദു ടെറർ ഇൻസൈഡ് അക്കൗണ്ട് ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് 2006-2010 എന്ന പുസ്തകം എഴുതിയ RVS മണി പറഞ്ഞു, ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദം ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്ന കുടില പ്രവർത്തികൾ വളരെ വിശദമായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതാഭ്യന്തര മന്ത്രാലയത്തിൽ? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ആരുടെ നേതൃത്വത്തിൽ? കോൺഗ്രസിൻ്റെ മന്ത്രി ചിദംബരം ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദമുണ്ട് എന്ന് സ്ഥാപിക്കാൻ നിരന്തരം പ്രവർത്തിച്ചിരുന്നു എന്നാണ് ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആലോചിക്കണം. കാരണം ഇതെല്ലാം കൂടി ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മുടെ സേനകൾ, നേവി, എയർഫോഴ്സ്, കരസേന, ഇവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഇത് പാകിസ്ഥാൻ്റെ ആക്രമണമാണ്, നമുക്ക് തിരിച്ചടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞറിയോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? നമുക്ക് സൈനിക നടപടി ആവശ്യമില്ല, നമുക്ക് നയതന്ത്ര തലത്തിൽ പരിഹരിക്കാം. ഇത്രയും വലിയ ആളുകൾ കൊല്ലപ്പെട്ട സംഭവം നയതന്ത്ര തലത്തിൽ. എന്തുകൊണ്ട്? കാരണം പാകിസ്ഥാൻ പറയും, എടാ പോയി നീ എന്ത് പരിപാടി കാണിക്കുന്നത്, നീ ഇവിടെ പറഞ്ഞിട്ടല്ലേ ഞാനിത് ചെയ്ത്, എന്നിട്ട് എന്നെ അടിക്കാൻ വരുന്നു എന്ന് പാകിസ്ഥാൻ്റെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ മതി. സർക്കാർ തകർന്നല്ലേ? തകർന്ന തരിപ്പണമായപ്പോൾ. കാരണം ISIയും ഇന്ത്യ ഗവൺമെൻറ്റിലെ ചിലരും കൂടെ പ്ലാൻ ചെയ്ത് നടത്തിയ ഭീകരാക്രമണം, അതിൻ്റെ പേരിൽ യുദ്ധത്തിന് പോകാൻ ഈ സർക്കാരിന് സമ്മതിക്കാൻ പറ്റുമോ? ഇതാണ് പ്രശ്നം.
അതുകൊണ്ടാണ് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ മതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചർച്ച നടത്തി? ഒന്നും നടന്നില്ല. ഇന്നലെ ചിദംബരത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഞങ്ങളന്ന് UAP എടുത്തായിരുന്നു, അതുകൊണ്ടാണ് ഈ റാണയെ ഇപ്പോൾ കിട്ടിയത്, അത് മോഡിയുടെ ക്രെഡിറ്റ് ഒന്നുമല്ല. എന്നാലോചിച്ച് നോക്കി, UAP എടുത്തിട്ട് ഇവർ ഈ പ്രതികളെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്തു? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അത്ര നിസ്സാരമായ കാര്യമല്ല. കാരണം മോദി എന്തുകൊണ്ടാണ് 2008 നടന്ന മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതികളെ കിട്ടാൻ, റാണയെ കിട്ടാൻ ഇത്ര കഷ്ടപ്പെട്ട് നിരവധി തവണ അജിത് ഡോവലിനെയും ജയശങ്കറിനെയും അങ്ങോട്ടയച്ച് ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് ഒടുവിൽ ട്രംപ് വന്നതിന് ശേഷം അനുകൂലമായ നടപടിയെടുത്ത് റാണയെ, മുമ്പൊരിക്കൽ നമ്മളൊരു വീഡിയോ ചെയ്തു ഒരാഴ്ച മുമ്പ്, ട്രംപ് മോദിക്ക് കൊടുക്കുന്ന സമ്മാനമാണ് റാണ എന്ന്. അങ്ങനെ റാണ തിരിച്ചു വരും. റാണ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ NIA-യുടെ, മോദിയുടെ, അമിത്ഷായുടെ അന്വേഷണ ഏജൻസിയുടെ കയ്യിലുണ്ട്. ഇനി റാണ തത്ത പറയും പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാവും. ഈ പറയുന്ന പപ്പുമോനും ടീമും, കോൺഗ്രസ് പാർട്ടി, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി, ഒറ്റുകൊടുത്ത കോൺഗ്രസ് പാർട്ടി, രാജ്യത്തെ നശിപ്പിച്ചിട്ടാണെങ്കിലും ജനങ്ങളെ വെടിവെച്ച് കൊന്നിട്ടാണെങ്കിലും പാകിസ്ഥാൻ്റെ സഹായത്തോടെ ഇവിടെ ആക്രമണം നടത്തിയിട്ടാണെങ്കിലും തങ്ങൾക്ക് അധികാരം കിട്ടണമെന്നുള്ള കേവല ലക്ഷ്യം മാത്രം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചു എന്നുള്ള ആരോപണമേറ്റ് നിൽക്കുന്ന ഈ പാർട്ടിക്കെതിരായ വെളിപ്പെടുത്തലുകൾ വന്നാൽ ഈ കേസ് റീഓപ്പൺ ചെയ്യപ്പെടും. അപ്പോൾ ചുരുളഴിയാത്ത ഒട്ടേറെ രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് റാണയെ കൊണ്ടുവരാൻ, റാണയെ കിട്ടാൻ പരമാവധി ഇവർ ശ്രമിക്കാതിരുന്നത്. മോദി തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. റാണയുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ, ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുടെ പേരുകൾ പറഞ്ഞാൽ വലിയ രാഷ്ട്രീയ ഭൂകമ്പമാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ നിന്ന് ഒരുപക്ഷെ ഈ പാർട്ടി, കോൺഗ്രസ് പാർട്ടി തുടച്ചു നീക്കപ്പെടാം. അതിലേക്കാണ്. കാരണം അതീവ ഗുരുതരമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലേക്കാണ് ഈ കേസ് ഡെവലപ്പ് ചെയ്തു പോകുന്നത്. അപ്പോൾ മുംബൈ ഭീകരാക്രമണ കേസിൽ പുനരന്വേഷണം വരും, ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.